ഇനിയിപ്പോ പോലീസുകാർ FIR ഇടും. കൊലപാതകത്തിന്റെ FIR. SI സാറിന് വകുപ്പുകൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അയാൾക്ക് വളരെ വേണ്ടപ്പെട്ടവളാണല്ലോ ഇവള്. തൽക്കാലം പത്മേടത്തി തിരിച്ചൊന്നും പറയണ്ട. പത്മേടത്തി സന്തോഷത്തോടെ മടങ്ങിക്കോ. നന്ദിനിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള കോൺട്രാക്ട് മൂർത്തി സാറ് എന്നെ തന്നെ ഏൽപ്പിക്കുക. എല്ലാം ഒന്ന് തീർത്ത് കൈ കഴുകിയിട്ട് ഞാൻ പിന്നെ വിളിച്ചോളാം. താങ്ക് യു കാർത്തിക, താങ്ക് യു. ഒരു സന്തോഷ വാർത്തയാ. എനിക്ക് കേൾക്കണമെന്നില്ല. തൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇത് എനിക്കുള്ള സന്തോഷ വാർത്തയാ. താമസിയാതെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചോളൂ. അവളെ ഇറങ്ങിക്കൊണ്ട് വാ. സർ. നിന്റെ ഭർത്താവും അമ്മായിയപ്പനും കൂടെ വന്ന് എന്നെ ചോദ്യം ചെയ്തത് എന്താ നിന്റെ പേരിൽ ഇതുവരെ കേസ് ചാർജ് ചെയ്യാത്തെന്നാ. ന്യായമായ ചോദ്യം അത്. അതുകൊണ്ട് ഞാൻ അതങ്ങ് പരിഹരിക്കാൻ തീരുമാനിച്ചു. ചാർജ് ചെയ്യാൻ പോകുന്ന കേസ് എന്താണെന്നറിയോ? കൊലപാതകം. മൂർത്തി സാറിന്റെ മകൻ കിരൺ മരിച്ചു. ചെമ്പരത്തിക്കാവിലെ ഉത്സവ ദിവസം നിസ്സാര പ്രശ്നത്തിന് അവന്റെ പിന്നാലെ ഓടിച്ചെന്ന നീ വഴിയിൽ നിന്നെടുത്ത കുത്തുവിളക്ക് കൊണ്ട് അവന്റെ തലയ്ക്കടിച്ചു. ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പയ്യന്റെ തല തകർന്നു. പോരെ? നിന്നെ പൂട്ടാൻ ഇത് പോരെ പൊന്നു മോളെ? ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ട് ഈ യൂണിഫോമിലോട്ട് തിരിച്ചു കയറാൻ ഞാൻ നടന്നൊരു നടത്തമുണ്ട്. വേണമെങ്കിൽ നാണവും മാനവും ഇല്ലാത്ത നടത്തമെന്ന് പറയാം. അന്ന് നടക്കുന്ന ഓരോ ചൂടിലും അതിന്റെ കാരണക്കാരിയായ നിന്നെ കാണണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. കൊണ്ടിട്ടത് കണ്ടില്ലേടി? നീ കാരണം ഞാൻ ജയിലിൽ കഴിച്ചുകൂട്ടിയത് 1-2 ദിവസം. പകരം ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ആയുഷ്കാല ജയിൽവാസവും. കഴിഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞ് ചെമ്പരത്തിക്കാവിലേക്കും നിന്റെ വീട്ടിലേക്കും അവന്റെ വീട്ടിലേക്കും ഒരെഴുന്നള്ളിപ്പുണ്ട്. കൊലപാതക കേസിലെ പ്രതിയെ ഞങ്ങൾക്ക് വിട്ടതാ സാറേ, ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാന്നൊക്കെ അവര് പറയുമ്പോ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പോലീസിന്റെ ഒരു ശീലമുണ്ട്. പക്ഷേ മൂർത്തിയുടെ ആൾക്കാരോ നാട്ടുകാരോ അങ്ങനെ ഒരു ശീലം ചോദിച്ച അബദ്ധം പറ്റിയതുപോലെ അവർക്ക് നിന്നെ അങ്ങ് വിട്ടുകൊടുക്കും. അവരുടെ കലി അടങ്ങുന്നത് വരെ നിന്നെ അങ്ങ് കൈകാര്യം ചെയ്യും. എന്നിട്ട് ചാവുന്നതിന് മുമ്പ് നിന്നെ അവരുടെ ഇടയിൽ നിന്ന് തൂക്കിയെടുക്കും. അതെന്തിനാണെന്നറിയോ? കോടതിയിൽ കൊണ്ടുപോകേണ്ടടി നിന്നെ. നിനക്കുള്ള ശിക്ഷ വാങ്ങി തരണ്ടേ? നീ കളിക്കാനിറങ്ങിയ സ്ഥലം തെറ്റിപ്പോയി. സർ. ജെയിംസ്, എഴുതിക്കോ ഇവരുടെ മരണത്തിലേക്കുള്ള നാൾ വഴി കണക്ക്. ശരി സർ.
എത്ര നേരമായി പത്മ താൻ അങ്ങോട്ട് കയറി പോയിട്ട്? ഞാൻ കൂടെ വിളിച്ചല്ലേ, നിങ്ങൾക്ക് വരായിരുന്നല്ലോ. എന്തായാലും പെട്ടെന്ന് പോവാം. അതിനിപ്പോ എന്താ ഇത്ര തിടുക്കം? ഓ, ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ആ വേലക്കാരിക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓ, ഇനിയിപ്പോ അവളെ ഒന്ന് കാണണമെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ജീവപര്യന്തത്തിന്റെ കാലഘട്ടം കഴിയണം. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു നല്ല ഉപദേശം തരാം. അവളെ കുറിച്ചുള്ള ചിന്ത അങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ബിസിനസ്, അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അല്ലാതെ അവള് പോലീസിന്റെ പിടിയിലായതോടെ സുദേവനും കുടുംബവും തകർന്നു പോയേ എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാനൊന്നും നിൽക്കണ്ട. അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാൻ എനിക്കാവില്ല. ആ സോ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ വേലക്കാരുടെ കുടുംബത്തിന് വേണ്ടി. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം ഗൗരവം അറിയില്ലെങ്കിൽ പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പത്മ, സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. നാളെ നമ്മുടെ മകൾ വേദയെ ഒരാൾ കയറി പിടിച്ചു. ഇന്ദ്രജ അയാളെ കൊല്ലാൻ ശ്രമിച്ചാൽ താൻ ഇന്ദ്രജയുടെ കൂടെ നിൽക്കില്ലേ? അവൾക്ക് വേണ്ടി വാദിക്കില്ലേ? ജയിക്കില്ലേ? അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് നടക്കുന്നത് അളകാപുരിയില, അല്ലാതെ സുദേവിന്റെ കുടുംബത്തിലല്ല. എന്റെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള മിടുക്കും എനിക്കുണ്ട്. അത്തരം മിടുക്കില്ലാത്തവര് പെൺകുട്ടികളെ ഇങ്ങനെ അഴിച്ചു വിടരുത്. പിന്നെ നിങ്ങൾ പതിവായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഉള്ളിലുണ്ടെന്നും ചെയ്യുന്നതെല്ലാം അദ്ദേഹം കാണുമെന്നും അതിനനുസരിച്ചായിരിക്കും ഓരോ ശിക്ഷയും വിധിക്കപ്പെടുകയെന്നും. വേലക്കാരിക്ക് കിട്ടുന്ന ശിക്ഷ ആ കൂട്ടത്തിൽ പെടുവോ? പെടും. അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ അഭിമാനത്തിന് കളങ്കം വരുത്തിയവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണത്. അതവൾ അനുഭവിക്കും. പത്മ അതങ്ങോട്ട് ആഘോഷിക്കും. നിങ്ങൾ വന്ന് വണ്ടി കയറിയ. നാളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ വീട്ടിലെ ചുമ്മാ ഒരു ആഘോഷം. ഇത്രയും നാള് തല താഴ്ത്തി നിന്നതിന് പത്മയ്ക്ക് ദൈവം തന്ന വിജയത്തിന്റെ ആഘോഷം.